സ്പീക്കർ ഫോൾ വഴി വെള്ളം കയറും. ഇപ്പൊ നമ്മളൊരു സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഭാഗം വഴി വെള്ളം കയറും. ഇതിലേ കയറും. ഹെഡ്ഫോണിന്റെ ജാക്ക് വഴി കയറാം. പക്ഷെ അവിടെ മൈക്കിന്റെ ഇത് കയറത്തില്ല. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഏഷ്യൻ വ്ളോഗർ. അപ്പോൾ ട്രിവിയൻ വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് സ്റ്റാച്യൂവിലേക്കാണ് പോകുന്നത്. സ്റ്റാച്യൂ എന്ന് പറഞ്ഞാൽ അറിയില്ല, നമ്മുടെ സെക്രട്ടേറിയറ്റിന് അടുത്തുള്ള സ്ഥലമാണ്. സോ അവിടെ ഒരു മൊബൈൽ ഷോപ്പുണ്ട്, ഐഫോൺ റിപ്പയർസ് ലാബ് എന്ന് പറഞ്ഞിട്ടൊരു മൊബൈൽ ഷോപ്പുണ്ട്. സോ നമ്മൾ മൊബൈൽ ഫോൺസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മൾ നിത്യോപയോഗ സാധനമാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അല്ലേ. സോ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഫോണിപ്പോൾ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ പെട്ടെന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ബാറ്ററി സേവ് ചെയ്യാൻ എന്ത് ചെയ്യാം, സ്റ്റോറേജ് എങ്ങനെ സേവ് ചെയ്യാം. സോ അതുപോലത്തെ കുറേ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്കിപ്പോൾ ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു നിത്യോപയോഗ ഡെയിലി നമ്മുടെ ഒപ്പം ഉള്ളൊരു സാധനമാണ് മൊബൈൽ എന്ന് പറയുന്നത് അല്ലേ. സോ അതുകൊണ്ട് അതിനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. സോ അതിന് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാവുന്നത് എൻ്റെ രണ്ട് സുഹൃത്തുക്കളാണ്. ആദ്യമേ തന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്തത് എൻ്റെ പ്രിയ സുഹൃത്ത് സനൂജാണ്. സോ സനൂജിന് ഞാൻ ആദ്യമേ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റാച്യൂവിലെ മൊബൈൽ ഷോപ്പ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ആ മൊബൈൽ ഷോപ്പിൻ്റെ തന്നെ ഓണറായ സൂഫി, പുള്ളിയുടെ ഒരു സുഹൃത്തായ മുജീബാണ്. സോ മുജീബയ്ക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നേരെ സ്റ്റാച്യൂവിലേക്കാണ് പോകുന്നത്. സോ അവിടുത്തെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ സ്റ്റാച്യൂവിലേക്ക് പോകാം. സോ ഗൈസ്, നമ്മളിപ്പോൾ ക്യാപിറ്റൽ ടവറിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ക്യാപിറ്റൽ ടവർ. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് സ്റ്റാച്യൂവിൽ. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്, പക്ഷേ ലിഫ്റ്റ് കുറച്ച് തിരക്കാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പിൽ പോകാം. ഇതുവഴി സ്റ്റെപ്പുണ്ട്, അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് കയറി പോകാം. ചേട്ടാ, ഫസ്റ്റ് ഫ്ലോർ ഇതാണോ? ഫസ്റ്റ് ഫ്ലോർ ഇതാണോ? ഫസ്റ്റ് ഫ്ലോർ ഇതാണല്ലോ. ഐഫോണിൻ്റെ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഐഫോൺ റിപ്പയർ ലാബിലാണ് നിൽക്കുന്നത്. സ്റ്റാച്യൂവിലാണ്, ക്യാപിറ്റൽ ടവറിലാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഷോപ്പ് ഉള്ളത്. ഓക്കെ, ഐഫോൺ റിപ്പയർ ലാബ്, അതാണ് ഷോപ്പിൻ്റെ പേര്. ഞാനൊന്ന് കാണിക്കാം. ഹായ്, അപ്പോൾ നമ്മുടെ ഐഫോൺ റിപ്പയർ ലാബ് ഷോപ്പിൻ്റെ അമരക്കാരനാണ് നിൽക്കുന്ന നമ്മുടെ സൂഫിക്ക അല്ലേ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മുജീബിക്കയാണ് സൂഫിക്കയെ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ എന്തായാലും മുജീബിക്കയുടെ ആദ്യം എനിക്ക് താങ്ക്സ്. മുജീബിക്കയെ അറിയാലോ, നമ്മുടെ എങ്ങനെയാണ് മുജീബിക്കയായിട്ടുള്ള പരിചയം? 96 മുതൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. വളരെ സ്ട്രഗിൾ ചെയ്ത് ഈ ഫീൽഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്തിരുന്ന ഒരാളാണ്. ഓ, അത് ശരി. ഓക്കെ ഓക്കെ. അപ്പം ആദ്യമേ തന്നെ നമുക്ക് ചോദിക്കേണ്ട ഒരു കാര്യം, ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചാൽ 17 ഇയേഴ്സ് ആയിട്ടുള്ള ഷോപ്പാണ്. സെലിബ്രേഷൻ 17 ഇയേഴ്സ് എന്ന് പറഞ്ഞ് കണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചാണ് ആദ്യം. 17 വർഷമായിട്ടുള്ള ഷോപ്പ്. ഞാൻ ഈ റൂമില് 17 ഇയേഴ്സ് ആയി. ഞാൻ ആയുർവേദ കോളേജില് ധർമാലയ റോഡ് എന്ന് പറയുന്നത് അവിടെയായിരുന്നു. 97 സ്റ്റാർട്ട് ചെയ്തു. അതും ചേർത്തിട്ട് മൊത്തം 22 കൊല്ലമായി ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. റിപ്പയർ ആണ് ആദ്യം മുതലേ ഉള്ളത്. ഞങ്ങൾക്ക് സെയിൽസ് ഒന്നുമില്ല, പിന്നെ കമ്പോണൻസ്, സ്പെയർ പാർട്സ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പയറിംഗിന് ആവശ്യമായിട്ടുള്ള ഓൾമോസ്റ്റ് പാർട്സ് ആണ് നമ്മുടെ അവൈലബിൾ ആണ്. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മുടെ ഷോപ്പിന് ഐഫോൺസ് റിപ്പയർ ലാബ് എന്നാണ് പേര്. പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഐഫോൺ മാത്രമല്ല വേറെ ഫോണുകൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് ഐഫോൺ മാത്രമാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്? സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ പ്രൊഫഷണലി ഐഫോണിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പൊ അത് മുതൽ കൂടുതലും ഐഫോൺ ആണ് ചെയ്യുന്നത്. പിന്നെ സ്ട്രക്ചർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഫോണും
മറ്റുള്ള ഫോണുകളെല്ലാം സെയിം ആണ്. അതിന്റെ വർക്കിംഗ് സ്ട്രാറ്റജി ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈവൻ ഐഫോൺ ചെയ്യുന്ന ഒരാൾക്ക് ആൻഡ്രോയിഡ് ആയിരുന്നാലും എല്ലാം ഈസി വേയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നേ മുതൽ ഇപ്പം ഇത്ര കൊല്ലത്തെ ആൾക്കാർ വരുന്നവരുടെ അടുത്തെല്ലാം ഐഫോൺ കൊണ്ടുവരണം എന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല. അപ്പൊ അവര് കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് കൊണ്ടുവരുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പൊ അത് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് ഒരിക്കലും അവരുടെ അടുത്ത് പറയാൻ പറ്റില്ല. ഇവന് ഒരു മൈക്രോ സോൾഡർ ആയിട്ടാണ് അവര് കാരണം ഞാൻ അന്നത്തെ കാലഘട്ടത്തിൽ ഇവനൊരു 97, 98 കാലഘട്ടങ്ങളിൽ കണ്ണുകളുള്ള ഫോൺ എന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ് ഐഫോൺ എന്നുള്ളതാണ്. അപ്പൊ അതെ, അന്ന് ആ കാലഘട്ടങ്ങളിലാണ് ക്യാമറ 000 ഏറ്റവും ടോപ്പ് ക്യാമറ വരുന്നത്. ആ ക്യാമറ ഇറങ്ങുമ്പോഴത്തേക്കും എന്റെ ഐ എന്ന് പറയുന്ന ലോഗോയുടെ മുകളിൽ ഒരു ക്യാമറയാണ് ഞാൻ ഫിക്സ് ചെയ്തത്. അതായത് ഐഫോൺസ് എന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ അന്ന് പേരിട്ട് അതിന്റെ ബാക്കി അന്നത്തെ ഡീറ്റെയിൽസ് നോക്കിയാലും പഴയ ഡീറ്റെയിൽസ് നോക്കിയാലും അറിയാൻ പറ്റും. പക്ഷെ അത് പിൽക്കാലത്ത് ഐഫോൺ ആയിട്ട് അവര് വന്നിട്ട് നമ്മള് പാറ്റന്റ് ഒന്നും എടുത്ത ആൾക്കാരെല്ലാം കീപ്പ് ചെയ്ത് ഇന്നും നമുക്ക് അത് തന്നെയാണ് പോകുന്നത്. പിന്നെ ഇതിനകത്ത് വന്ന ഒരു ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ആപ്പിള് എന്ന് പറയുന്ന സ്പെഷ്യൽ ഇപ്പൊ നോക്കിയാൽ അറിയാൻ പറ്റും. സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിന്റെ ഒരു ലോഗോ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊരു മോഡിഫൈ ചെയ്ത ലോഗോയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരിക്കലും ആപ്പിളിന്റെ സെയിം അല്ല, അതിനകത്തൊരു മുഖമാണ് അതിനകത്ത് വെച്ചേക്കണം. അപ്പൊ അടുത്ത് എനിക്ക് ഇനി കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് സാധാരണക്കാരായ ആൾക്കാർ മുതൽ കാര്യം ഫോൺ എന്ന് പറയുന്നത് നിത്യോപയോഗ സാധനമാണ്. നോക്കിയ ആയാലും ഐഫോൺ ആയാലും ഏതായാലും എല്ലാത്തരം ഫോൺസും. അപ്പൊ അതിനെ സംബന്ധിക്കുന്ന സാധാരണക്കാർക്കുള്ള കുറെ സംശയങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതാണ് എനിക്ക് ചോദിക്കാറുള്ളത്. സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത് ഞാൻ പറയാം കുറച്ച് ചോദ്യങ്ങളാണ്. അതായത് മെയിൻ ആയിട്ട് നമ്മുടെ സാധാരണക്കാരുള്ള ആൾക്കാർക്കുള്ള സംശയങ്ങളൊക്കെ. ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഫോൺ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കിടന്ന് വിചാരിക്കും. നമുക്ക് ആദ്യം എന്താണ് ചെയ്യാൻ പറ്റുന്നത്? വെള്ളത്തിൽ വീണ് ഇപ്പൊ എന്റെ കയ്യിലുള്ള ഫോണ് വെള്ളത്തിൽ പോയി. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ക്യൂരിയോസിറ്റിയാണ് നമുക്ക് അവിടെ എപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഇത് വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം ഇത് ഓൺ ആവുമോ, വേറെ കുഴപ്പമൊന്നും പറ്റിയിട്ടുണ്ടാവുമോ എന്നൊരു ക്യൂരിയോസിറ്റിയാണ്. അതൊക്കെ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ചെയ്യുന്നത് ജസ്റ്റ് ഓണാക്കുന്നു. അപ്പൊ ജസ്റ്റ് ചിലപ്പോ അത് ഓൺ ആവും ഒരു പോർഷൻ. ഇന്നൊരു സെക്ഷൻ വരുന്നതില് നമ്മൾ ഓൺ ആയിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടുപോയി ചാർജറിൽ കുത്താം. നമ്മൾ ആദ്യം എടുത്ത് ഓണാക്കി നോക്കും. നമ്മളിതിനകത്ത് മനസ്സിലാക്കാനുള്ള കേസ്, നമ്മളിപ്പോ ചിലപ്പോ ഫുൾ ചാർജ് ആയിരിക്കും. നമ്മൾ രാവിലെ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഫുൾ ചാർജ് ആയിരിക്കും. ഈ ബാറ്ററി രണ്ട് പോർഷനിൽ ഫോൾട്ടി മാറും. ഒന്ന് നമ്മൾ വെള്ളത്തിലോട്ട് വീഴുമ്പോഴത്തേക്കും ഇതിന്റെ ഫ്യൂസ് കട്ടായി ഇതിന്റെ ചാർജ് മൊത്തം ഡിസ്ചാർജ് ആവും. അങ്ങനെ ഡിസ്ചാർജ് ആയിട്ടുണ്ടെങ്കിൽ ഈവൻ ആ മദർ ബോർഡിൽ ഒരു ഫോൾട്ടും സംഭവിക്കത്തില്ല. ഓക്കെ, സെക്കൻഡറി ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ കട്ടായിരിക്കുന്ന ബാറ്ററിയിൽ ആ ഡിവൈസ് അങ്ങനെ കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യും? ചാർജറിലോട്ട് കണക്ട് ചെയ്യും. ചാർജറിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും 5 വോൾട്ട് USB നമ്മൾ എന്ത് ചെയ്യും? ലോഡിങ് ആവുമ്പോഴത്തേക്കും ഇത് ബേൺ ആവും. ഈ വാട്ടർ എവിടെയൊക്കെ നമുക്ക് കപ്പാസിറ്റൻസ്, കാരണം സർക്യൂട്ടിനകത്ത് ഒത്തിരി ചാർജിങ് ലെവലിൽ നിൽക്കുന്ന സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്. അത് സ്റ്റോറേജ് എന്ന് പറയുന്നത് കപ്പാസിറ്റർ. ഇതിനകത്തെല്ലാം വോൾട്ടേജ് സ്റ്റോറിംഗ് ആണ്. അപ്പൊ ഇതിനകത്ത് നിൽക്കുന്ന വോൾട്ടേജ് എന്ത് ചെയ്യും? ബേണിംഗ് ആയിട്ട് തുടങ്ങും. അതായത് കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് ലൈൻസ് വരുന്നിടത്തെല്ലാം പച്ച കളർ ക്ലാവ് ആയിട്ട് ഇതിനെ കൊറോഷൻ എന്ന് പറയും. ഇത് നമ്മളിത് ചാർജ് ചെയ്യുന്ന അത്രയും ടൈമിൽ ഈ വെള്ളവും കൂടെ അവിടെ ചേരുമ്പോഴത്തേക്കും ഈ കൊറോഷൻസ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇത് ചിപ്പിന്റെ ഉള്ളിൽ പോവാം, ചിപ്പിന്റെ അടിയിലോട്ട് വരാം. ഈ പോർഷനിൽ, അതായത് നിങ്ങൾ വെള്ളത്തിൽ വീഴുന്നത് കൊണ്ട് അത് ഡാമേജ് സംഭവിക്കത്തില്ല. ഈവൻ നമുക്ക് ഒരു ഫോണിനെ എടുത്ത് നമുക്ക് LED ഡിസ്പ്ലേ ആണെങ്കിൽ കമ്പൽസറി നമുക്ക് വെള്ളത്തിനകത്ത് മുക്കിയെടുക്കാം, ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഫോൾട്ട് കൊണ്ടാണ് ഈ ഫോണിന് ഡാമേജ് സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ചാർജിൽ കൊടുത്തു അവിടെ ബേൺ ആയി തുടങ്ങി. കാരണം ഏറ്റവും കൂടുതൽ സെക്ഷനിൽ ഫോൾട്ട് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേയുടെ ലൈൻസ് LED സെക്ഷൻ അവിടെ വരുന്നത് 25 വോൾട്ട് 16 to 25 വോൾട്ട് ആണ് അവിടെ വരുന്നത്. നോർമൽ വർക്കിംഗിൽ 4 വോൾട്ടേജ് ആണ് ഫോണിൽ വരുന്നത്. ബാറ്ററിയിൽ നിന്ന് സഫീഷ്യന്റ് ആയിട്ട് നമുക്ക് കറണ്ട് നിൽക്കുന്നത് 4 വോൾട്ടേജ്. നമുക്ക് ലൈറ്റ് ലോ ഓൺ ചെയ്യുമ്പോഴത്തേക്കും എടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 16 to 25 വോൾട്ട്. അതായത് ബൂസ്റ്റർ ലൈനിൽ നിന്നാണ് നമുക്ക് ബൂസ്റ്റ് ചിപ്പാണ് ഈ ലൈറ്റിനെ നമുക്ക് ഓൺ ആക്കുന്നത്. അപ്പൊ ഈ ടൈമിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് വരുന്നത് ഇതിന്റെ ലൈറ്റ് സർക്യൂട്ടാണ് ഫസ്റ്റ് വരും. പിന്നെ ഇതിൽ 4 വോൾട്ടേജ് 3 വോൾട്ടേജ് ആണ്. ഞാൻ ഔദ്യോഗികമായിട്ട് അതിന്റെ ടെക്നിക്കൽ വശം കൊണ്ടാണ് പറഞ്ഞത്. 3 വോൾട്ടേജ് ആണ് അതിനകത്ത് ലോഡിങ് വരുന്നത്. 4 വോൾട്ടേജ്, 3 വോൾട്ടേജ്, 1.8 വോൾട്ടേജ്. 1.8 എന്ന് പറയുന്നത് റാമിന്റെ. അപ്പം ഇതിലെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് 4 വോൾട്ടേജ് ഹൈ
വോൾട്ടേജ് എന്ന് പറയുന്നത് 4 വോൾട്ടേജ്. ഈ 4 വോൾട്ടേജ് ലൈനായിരിക്കും ഫോൾട്ട് വരുന്നത്. VCC മെയിൻ എന്ന് പറയും. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം, ഒരു കാരണവശാലും ഓണാക്കി നോക്കുകയോ ബാറ്ററി ചാർജ് ഇവൻ ഏതെങ്കിലും ഒരു സർവീസ് സെന്ററിൽ അടുത്തുള്ള നമുക്ക് റീസെന്റ് കിട്ടുന്ന അടുത്ത ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കൊടുക്കുക. ഇവൻ അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് ഇല്ല, അത് കാരണം വെച്ചാല് മുന്നേക്കെ ഉള്ള ഫോണുകൾ കുഴപ്പമില്ല, 6 സ്ക്രൂ 7 സ്ക്രൂ നമുക്ക് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡിവൈസ് ഓപ്പൺ ചെയ്തെടുക്കാം. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഫോണുകൾ ഒരു കാരണവശാലും കസ്റ്റമറിന് അത് കാരണം ഒന്നാമത്തെ കാര്യം തന്നെ ഇൻബിൽറ്റ് ബാറ്ററി. പിന്നെ മറ്റൊരു കാര്യം, ചിലർ ചെയ്യുന്ന സൂത്രങ്ങളൊന്നും ചിലപ്പോൾ വെയിലത്ത് കൊണ്ട് വെക്കാറുണ്ട്, അടുപ്പിന്റെ അടുത്ത് വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, അതിനകത്ത് ഇതിനകത്തുള്ള ഇതെന്ന് പറയുന്നത് നമുക്കിപ്പോ വെയിലത്ത് വെച്ചാൽ അതിന്റെ എന്താ പറയുന്ന വാട്ടർ കണ്ടന്റ് ഒരുപാട് സമയം ചൂടാവും. ഇപ്പൊ ഈ ചൂടില് നമ്മൾ എന്ത് ചെയ്യും, പേപ്പർ ആയി പോകും വെള്ളം. പക്ഷെ അവിടെ കൊറോഷൻ ഓൾറെഡി ഡാമേജ് വന്ന ഏരിയയിലൊന്നും ഈ ക്ലാവ് പിടിച്ചത് ഒരിക്കലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളിപ്പോ ഈ വെള്ളം ഡ്രൈ ആയി കഴിഞ്ഞാൽ ഈ ക്ലാവ് ചിപ്പിനുള്ളിലും ഈ കപ്പാസിറ്റൻസ് സൈഡിലെല്ലാം പിടിച്ചിരിപ്പുണ്ടാവും. ഇത് കമ്പൽസറി അത് ക്ലീൻ ചെയ്യണം. കാരണം അത് ഒരു അല്പം താമസിക്കുന്ന ഒരു ദ്രവിച്ചു തുടങ്ങും. ചില കേസിൽ ചിലപ്പോൾ അന്നേരത്ത് ചിലപ്പോൾ ഓണായി വരുമായിരിക്കും. ഒരു വീക്ക് കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇത് ഗ്രാജുവലി എഫക്ട് ചെയ്യുന്ന ഏരിയ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിന്റെ ലൈഫ്. മനസ്സിലായി? ഒരു കാരണവശാലും ഇത്രയേ ഉള്ളൂ ടിപ്സ്. നമ്മളെ അടുത്തുള്ള ഏതെങ്കിലും സർവീസ് സെന്ററിൽ കൊടുക്കുക, നന്നായിട്ട് മദർ ബോർഡ് ക്ലീൻ ചെയ്യാം. ഈവൻ നമുക്ക് ഉപ്പുവെള്ളമാണ്, കടലിലെ വെള്ളമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോർമൽ വാട്ടറിൽ ആക്ച്വലി ഒരു മെഷീൻ ഉണ്ട്. അത് എന്ന് വെച്ചാൽ അൾട്രാസൗണ്ട് ക്ലീനർ എന്ന് പറയും. അതിനുള്ളിൽ ഈ മദർ ബോർഡ് PCB ഇറക്കിയിട്ട് ക്ലീൻ ചെയ്തു. മെഷീൻ അത് എവിടെ ഇരിപ്പുണ്ടത്? ഈ മെഷീനാണ്. ഇതിൽ എഴുതിയിട്ടുണ്ട് അൾട്രാസോണിക് ക്ലീനർ എന്ന് പറയും. ഇതിൽ നമ്മൾ നോർമലി ലിക്വിഡ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഫോൺ മദർ ബോർഡ് ഇതിനുള്ളിലോട്ട് ഇട്ടിട്ട് ഏകദേശം 60 സെക്കൻഡ് വരുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. സാമ്പിൾ മദർ ബോർഡ് ഒന്ന് കാണിക്കാൻ പറ്റും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ മദർ ബോർഡ് എങ്ങനെയാണ്? മദർ ബോർഡ് എന്ന് പറയുന്നത് ഇതിപ്പോ ഒരു iPhone 7 മദർ ബോർഡാണ്. ഇത് എടുത്തു വെച്ചേക്കുന്നത് ഒരു ആൻഡ്രോയിഡ് ഫോണിന്റെ മദർ ബോർഡാണ്. നമ്മുടെ സ്പീക്കറിന്റെ പോർഷൻ, അതായത് സ്പീക്കറിന്റെ മുകൾ ഭാഗത്തായിരിക്കും ഈ മദർ ബോർഡ് നോർമലി ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പം വെള്ളം വീണിട്ടുണ്ടെങ്കിൽ, വെള്ളത്തിലോട്ട് വീഴുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പൊസിഷൻ നമ്മൾ ശ്രദ്ധിക്കാവുന്നു. ഇപ്പം കുത്തനെയാണ് വീണിട്ടുള്ളതെന്നുണ്ടെങ്കിൽ താഴത്തെ പൊസിഷനിൽ ചാർജിങ്ങിന്റെ സെക്ഷനിലായിരിക്കും. താഴെ വരുന്ന ചാർജ് കുത്തുന്ന ആ പൊസിഷനിലാണ് വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം ചിലപ്പോൾ ഒരു പക്ഷെ മുകളിലെത്തിയിട്ടുണ്ടാവില്ല. അപ്പം ചാർജിങ്ങിന്റെ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫോൾട്ട് ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. തലകുത്തനെയാണ് വീഴുന്നതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി മദർ ബോർഡിനകത്തായിരിക്കും വെള്ളം വരും. വെള്ളം കയറുന്ന പോർഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിപ്പോർട്ടിന്റെ ഹോള് വഴി വെള്ളം കയറും, സ്പീക്കർ ഹോള് വഴി വെള്ളം കയറും. ശ്രദ്ധിച്ചു നോക്കിയാൽ സിപ്പോർട്ടിൽ നമുക്ക് അവിടെ ഡയറക്റ്റ് ഓപ്പൺ നമ്മൾ പിന്നീട് കുത്തിയിട്ടാണ് ഈ സിം കാർഡ്. ഇപ്പൊ നമ്മളൊരു സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഭാഗം വഴി വെള്ളം കയറും. ഇതിലേക്ക് കയറും, ഹെഡ്ഫോണിന്റെ ജാക്ക് വഴി കയറാം. ബട്ട് അവിടെ മൈക്കിന്റെ ഇത് കയറത്തില്ല. കാരണം അവിടെ ഒരു ക്ലോസ് ഡിവൈസ് വരും. മൈക്കിന്റെ ചിപ്പ് എന്ന് പറയുന്നത് ക്ലോസ് ആയിട്ടാണ്. അതുകൊണ്ട് സ്പീക്കറിന്റെ അവിടെ കൂടെയും വെള്ളം കയറാം. കാരണം ഇതൊക്കെ ഡയറക്റ്റ് പോകുന്നത് ചിലപ്പോൾ സ്പീക്കറിന്റെ അതിൽ കൂടെ പോകുമ്പോഴത്തേക്കും ഡിസ്പ്ലേയുടെ പോർഷൻസിലോട്ടായിരിക്കും വെള്ളം പോയി. ഇല്ല, മദർ ബോർഡിൽ പോകുന്ന മെയിൻ എന്ന് വെച്ചാൽ വാട്ടർ നമ്മൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ മെയിൻ സർക്യൂട്ട്, അതായത് ഇപ്പൊ നമ്മൾ റൂം എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ വോൾട്ടേജ് അതിനായിരിക്കും ഫസ്റ്റ് ഫീസബിൾ പോകുന്നത്. അതായത് നമ്മളെ എന്താ പറയുന്ന ELCP കട്ടാവും എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് ഫസ്റ്റ് പവർ ലൈനിൽ നിൽക്കുന്ന സെക്ഷനിലായിരിക്കും കൊറോഷൻ വന്ന് കട്ടാവുന്നത്. അപ്പം ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും ഇതിന്റെ ആഫ്റ്റർ എഫക്ട്. നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും മദർ ബോർഡ് ഇത് നമ്മളൊരു സർവീസ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ നോർമലി അവർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോ ഡാമേജ് ആണെങ്കിൽ അണ്ടർ വാറണ്ടി ആണെന്നുണ്ടെങ്കിൽ വാറണ്ടി തരത്തില്ല. ഇല്ല, അവരെ ഫിസിക്കൽ ഡാമേജ് ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിച്ച ഹോട്ടലിലോട്ട് വീഴുകയോ അല്ലെങ്കിൽ തറയിൽ വീഴുന്നൊക്കെ വരുന്നതിന് അവർ തരത്തില്ല. ഇവൻ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ എന്താണ് പ്രോബ്ലം, ഇപ്പൊ ഇതിനെല്ലാം സർക്യൂട്ട് ബേസ് ചെയ്യണം. ഇത് വരുന്നതുകൊണ്ട് നമുക്കിപ്പോ ചാർജിങ്ങിന് ഒരു കൺട്രോളർ ഉണ്ടാവും, പവർ സെക്ഷന് അത് മെയിൻ ഓൺ ആവുന്നതും ഓഫ് ആക്കുന്നതിനും ഒരു കൺട്രോളർ ഉണ്ട്. ഇപ്പം ഏതാണ് ഡിപ്പെൻഡബിൾ, അതായത് വരുന്ന കംപ്ലൈൻസിനനുസരിച്ചായിരിക്കും ഇത് റെക്ടിഫൈ ചെയ്ത് ട്രബിൾ ഷൂട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളത് എഫിഷ്യന്റ് ആയിട്ടുള്ളൊരു ആക്ച്വലി ഇതിനകത്ത് ഒരു വാട്ടർ മാർക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ ഉണ്ടാവും. എല്ലാ ഫോണിലെയും ഡിവൈസസിനകത്തും ഉണ്ടാവും. ഇപ്പോ ഈവൻ
ഈ ഫോൺ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഇതുവരെയും വെള്ളം കയറിയിട്ടില്ല. ശ്രദ്ധിച്ചാൽ അറിയാം, വാട്ടർമാർക്കാണ്. ഇതൊരു വൈറ്റ് കളർ സ്റ്റിക്കറാണ്. ഇത് വെള്ളം നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റെഡ് കളർ ഇതിലോട്ട് കൺവേർട്ട് ആവും. ഇതിലിപ്പോ ഇവിടെ റെഡ് കളറിൽ ഒരു മാർക്ക്, ഈ വൈറ്റ് തന്നെ റെഡിലോട്ട് മാറും. ഈ സിഗ്നൽസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു പോർഷനിൽ വെച്ചിട്ടാണ് കമ്പനിക്കാർ ഇത് വാട്ടർ ഡാമേജ് ആണ്. നിങ്ങൾ ചിലപ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കൊക്കെ ചെയ്തിട്ടുണ്ടാവും, വെള്ളമൊക്കെ നനഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ കമ്പനിക്കാരന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം അതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ അടുത്ത് പോയി കള്ളം പറയാൻ പറ്റത്തില്ല. മോയ്സ്ചർ എവിടെ വന്നിരുന്നാലും, പിന്നെ ഈവൻ ഇത് ത്രൂ ഔട്ട് AC-ക്ക് അകത്ത് യൂസ് ചെയ്യുന്ന ഒരു ഫോൺ ഡിവൈസ് ആണെങ്കിൽ മേ ബി ഇത് കളറിലോട്ട് വരാനും ചാൻസസ് ഉണ്ട്. ഇതൊരു നെഗറ്റീവാണ്. കാരണം ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചറിൽ യൂസ് ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മളൊരു ഫ്രിഡ്ജിനകത്ത് ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ അത് തണുക്കും. അപ്പൊ അവിടെ ഒരു വരുമല്ലോ, നോർമലി വരില്ല. കാരണം ഈ മദർ ബോർഡ് തണുക്കുമ്പോഴത്തേക്കും നോർമലി അവിടെ ഒരു മോയ്സ്ചർ വരും. മോയ്സ്ചർ വരുമ്പോഴത്തേക്ക് ഇത് മോയ്സ്ചറിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത്. ഈ തണുപ്പുള്ള സ്ഥലങ്ങളിൽ, ഊട്ടി പോലത്തെ സ്ഥലങ്ങളോ അല്ലെങ്കിൽ തണുപ്പുള്ള രാജ്യങ്ങളിൽ കാരണം അത് കാരണം വാട്ടർ പ്രൂഫ് എന്ന് പറയുന്നത് ചെയ്തേക്കണെന്ന് വെച്ചാൽ ഒരു റബ്ബർ കോട്ടിംഗ് ആണ്. ഈ റബ്ബർ കോട്ടിംഗ് വെച്ച് ചെയ്തിട്ടാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇപ്പൊ ചിലർ പറയും വാട്ടർ പ്രൂഫ് ആണ് അല്ലെ, വാട്ടർ പ്രൂഫ് ആണെന്ന് പറഞ്ഞ് നമ്മള് കൊണ്ടുവന്ന് വെള്ളത്തില് സ്വിമ്മിംഗ് പൂളിൽ ചോദിച്ചത്. അതുപോലത്തെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ സ്ഥിരമായി ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ പറയുന്നത് ചെറിയ മോയ്സ്ചർ നമുക്ക് വലിയ എഫക്റ്റഡ് അല്ല, കാരണം മോയ്സ്ചർ ആണ്. ബട്ട് സ്റ്റിക്കറിന് മോയ്സ്ചർ ചെറിയൊരു തുള്ളി വെള്ളം നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, ചെറുതായിട്ടൊരു ഈർപ്പം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? വാട്ടർ മാർക്ക്. അപ്പം നമ്മൾ AC-യിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തണുപ്പ് പ്രദേശത്ത് യൂസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് മേ ബി ഇത് സംഭവിക്കാം. വെള്ളത്തിൽ വീണില്ല എന്ന് വിചാരിക്കും. നമ്മൾ മഴയത്ത് യാത്ര ചെയ്ത് 2 വീലറിലോ മറ്റോ യാത്ര ചെയ്യുന്ന സമയത്ത് പാന്റിൽ കിടന്നിട്ട് കുറച്ച് നനവ് പിടിക്കുകയോ അങ്ങനെയൊക്കെ ഈർപ്പം പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്പെൻസ് ആണ്. കാരണം ഫോണിന് ഈ പറഞ്ഞ പോലെ ഇപ്പൊ വാട്ടർ റെസിസ്റ്റന്റ് ആണ് കുറെ കമ്പനീസ് എല്ലാം പറയുന്നത്. ചെറിയൊരു നനവ് തട്ടിയാൽ അത് ഉള്ളിൽ പോവില്ല. വാട്ടർ റെസിസ്റ്റന്റ് സാംസങ്ങിന്റെ ഐഫോണിന്റെ മോഡലൊക്കെ വെള്ളത്തിൽ വരെ ഇട്ടാലും പ്രശ്നമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ വരുന്നതിൽ ഇപ്പൊ ലാസ്റ്റ് ടൈം XR ഒരു കസ്റ്റമർ വന്നതെന്ന് വെച്ചാല് പുള്ളി സ്വിമ്മിംഗ് പൂളിനകത്ത് ഫോട്ടോ എടുക്കാൻ ഇറങ്ങി. പുതിയ ഫോണ്, ഒരു 2 months എങ്ങാണ്ട് പഴക്കമുള്ളൂ. ഇറങ്ങി ഫുൾ വെള്ളം കയറി ഡാമേജ്. വാട്ടർ ആക്ച്വലി വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഇവരെല്ലാം പറയുന്നത്. നമുക്ക് അതിനകത്തുള്ള വ്യക്തത ഇല്ലായ്മ കൊണ്ടാണ് നമ്മൾ അത് നേരെ വെള്ളത്തിനകത്തോട്ട് കൊണ്ടുപോകുന്നത്. വാട്ടർ പ്രൂഫ് വേറെയാണ്, വാട്ടർ റെസിസ്റ്റന്റ് വേറെ. കമ്പനിക്കാർ ഇതെല്ലാം പറയുന്നതിലുപരി നമ്മൾ മാനുവലി യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. കമ്പനി സെയിലിങ്ങിന് വേണ്ടിയിട്ട് പല അഭിപ്രായങ്ങളും പറയും. ബട്ട് അവര് ടെസ്റ്റ് ചില കേസസിൽ ടെസ്റ്റ് കാണിക്കുന്നുണ്ട്. പക്ഷെ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ അറിവ് വെച്ചിട്ട് പലർക്കും വെള്ളം കയറിയാണ് ഇവിടെ വരാറുള്ളത്. അപ്പോൾ ശരിക്കും ഈ വീഡിയോ ഒരു എപ്പിസോഡിൽ തീരില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡ് കൂടി ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. മൊബൈലുമായി സംബന്ധിച്ചിരിക്കുന്ന എല്ലാ സംശയങ്ങളും കാര്യങ്ങളും ആണ് നമ്മുടെ ഈ ഒരു വ്ലോഗിലൂടെ വരുന്നത്. എല്ലാവരും മറക്കാതെ കാണുക. ഓക്കെ, നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ.